നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 275th day. Today 46th sloka of 4th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 275-ാം ദിവസം. ഇന്ന് 4-ാമത്തെ അധ്യായത്തിലെ 46-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 4-ാമത്തെ അധ്യായത്തിലെ 46-ാമത്തെ ശ്ലോകം. ദൈവാദ്ഘാടീ വ്രജേത് ഗ്രാമേ പലായേത് ഗർഭിണീ കഥം ശുഗവന്ദിവസേത് ഗർഭ ത്വം കുക്ഷേ കഥമുത്സൃജേത്. ഓം ശ്രീകൃഷ്ണായ നമഃ. ദൈവാദ്ഘാടീ വ്രജേത് ഗ്രാമേ പലായേത് ഗർഭിണീ കഥം ശുഗവന്ദിവസേത് ഗർഭ കുക്ഷേ കഥമുത്സൃജേത്. ഓം ശ്രീകൃഷ്ണായ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ആ സ്ത്രീ, അതായത് ബ്രാഹ്മണൻ്റെ ഭാര്യ, വീണ്ടും പറയുകയാണ്, സന്ദർഭവശാൽ ഈ ഗ്രാമത്തിൽ വണ്ടികൾ വരാം, നേരെതിരെ വണ്ടികൾ വരാം. അപ്പോൾ ഗർഭിണിയായ ഞാൻ എങ്ങനെയാണ് ഓടുന്നത്? അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഗർഭം വ്യാസപുത്രനായ ശുഗനെ മാതിരി 16 വർഷം ചുമക്കേണ്ടതായി വരാം. 16 വർഷം ചുമക്കേണ്ടുന്ന ഇതിനെ ഞാൻ എങ്ങനെയാണ് എൻ്റെ വയറ്റിൽ നിന്ന് തള്ളിക്കളയുക? ഈ ഗർഭം എങ്ങനെയുള്ളതായിരിക്കും എന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ആ ബ്രാഹ്മണൻ്റെ ഭാര്യയായ ദുന്ദുലി സഖിയോട് വ്യസനപ്പെടുകയാണ്. എന്തോ ഒരു കാരണം കൊണ്ട് തനിക്ക് ആ ഗർഭം ധരിക്കാൻ ഇഷ്ടമില്ല എന്നതിന് ഇല്ലാത്ത കാരണങ്ങളൊക്കെ ഉണ്ടാക്കി പറയുകയാണ്. ദുന്ദുലി അവൾക്ക് ഗർഭം ധരിക്കാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ ദുന്ദുലി പറയുകയാണ്, യാദൃച്ഛികമായിട്ട് ഈ ഗ്രാമത്തിലൊരു വാഹനം എൻ്റെ എതിരെ വന്നാൽ, ഞാൻ ഗർഭിണിയായിരുന്നാൽ എങ്ങനെയാണ് ഞാൻ ഓടി രക്ഷപ്പെടുക? അല്ലെങ്കിൽ ശുഗനെ പോലെ 16 വർഷമൊക്കെ ചുമക്കേണ്ടി വന്നാൽ ഞാൻ എന്താണ് ചെയ്യുക? എങ്ങനെയാണ് ഈ ഗർഭത്തെ ഞാൻ തള്ളിക്കളയുക? എങ്ങനെയാണ് ചുമക്കുക? എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ദുന്ദുലി. ശ്ലോകം ഒരിക്കൽ കൂടി. ഓം ശ്രീകൃഷ്ണായ നമഃ. ദൈവാദ്ഘാടീ വ്രജേത് ഗ്രാമേ. ദൈവ നിശ്ചയം പോലെ ഒരു വാഹനം ഗ്രാമത്തിൽ വന്നാൽ എന്നാണ് ഇവിടെ പറയുന്നത്. പലായേത് ഗർഭിണീ ഗതം ശുഗവന്യവസേത് ഗർഭസ്ത്വം കുക്ഷേ കഥമുത്സൃജേത്. വയറ്റിൽ നിന്ന് എങ്ങനെയാണ് തള്ളിക്കളയും? കുക്ഷേ കഥമുത്സൃജേത്. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. എല്ലാവർക്കും എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കും.